പത്രമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യമാണെങ്കിൽ അബിയെ ജയിലിൽ കാണാൻ വന്ന നവിയാണ് കാണിക്കുന്നത്. അബിയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നവി ഇളക്കുവാണ്. സാധാരണ സ്വർണ്ണക്കടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. സ്വർണം കൊണ്ടുവന്നിട്ട് ബില്ല് കാണിക്കാതെ വിൽക്കുക. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് മാത്രമേ ഞാൻ ചെയ്തോളൂ. അതിനാണ് എന്നെ ഈ ജയിലിൽ കിടത്തിയേക്കുന്നത്. ആനയെ കാണാൻ പോയപ്പം ഞാനും മുത്തശ്ശനും ആദർശൂടെ പോയത്. ആദർശ് ആ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലായപ്പം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതാണ്. വേണ്ട എന്ന് പറഞ്ഞതാണ് ആദർശ്. ഇപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയപ്പം ഉടനെ അവൻ ചൂണ്ടിക്കാണിച്ച് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൻ അത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയണം. അപ്പം നവ്യ പറയണം എനിക്കെല്ലാം മനസ്സിലായി, ഇപ്പോഴെല്ലാം മനസ്സിലായെന്നും പറഞ്ഞ് നവ്യയും പറയുന്നുണ്ട്. മാത്രമല്ല നന്ദു ആണെങ്കിൽ ആ തിയേറ്ററിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും അടിച്ച് പിരിപ്പിച്ചാണ്. ഇനി നന്ദുവിൻ്റെ ലക്ഷ്യം അനന്തപുരിയിലേക്ക് വരികയാണ്. അങ്ങനെ നിൻ്റെ അനിയത്തി നന്ദുവും കൂടെ അങ്ങോട്ട് വന്നാൽ ചേട്ടത്തി അനിയത്തിയും കൂടെ ഒന്നാവും. പിന്നെ നമുക്കവിടെ ഒരു വിലയില്ലാതാവും. പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ അഭി പറഞ്ഞു കൊടുക്കുകയാണ് നവ്യയ്ക്ക്. അപ്പം നവ്യ പറയണേ എനിക്കെല്ലാം മനസ്സിലായി. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളെ അങ്ങോട്ട് വിടുന്നതിൽ ഒരു താല്പര്യമില്ല. ഇനി നാളെ ഒരു കാലത്ത് അവരുടെ തീരുമാനം മാറിയാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അതിന് തടയിടും എന്ന് നവ്യ പറയുകയാണ്. നീ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത്. ഇനി എന്തിനും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയണം. അപ്പം എല്ലാവർക്കും ഇട്ടിപ്പോൾ ആര പണിയാൻ ഇനി നവ്യയും കൂടെ ഉണ്ടെന്നാണ് നവ്യ പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് നവീൻ്റെ അടുത്ത് നവീൻ്റെ അമ്മ സംസാരിക്കണം. കുറേ പെൺപിള്ളേരുടെ ഫോട്ടോ കൊണ്ടുവന്ന് നവീൻ്റെ അടുത്ത് കാണിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പറ എന്ന് പറയാണ്. അപ്പം നവീൻ പറയണം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു പെണ്ണിൻ്റെ ഈ ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞില്ലേ, നീ എന്താ സന്യസിക്കാൻ പോവുകയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗുമസ്തൻ പറയുന്നത് സന്യസിക്കാൻ പോവുമൊന്നുമല്ല, സാറിൻ്റെ മനസ്സിൽ ഒരാളുണ്ടെന്ന് പറയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആണോ, ആരാ അത്, നീ പറ എന്ന് പറയാണ്. അപ്പം നവീൻ പറയുകയാണ് എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, ഇനി ഞാൻ കള്ളത്തരം പറയുന്നില്ല, പക്ഷേ അമ്മയടുത്ത് പറയാൻ സമയമില്ല, ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയാണ്. അല്ല അറിഞ്ഞാലോ. അപ്പം മുഖമസ്തൻ പറയണം ആരാന്നറിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് ഉടനെ തന്നെ ആലോചിക്കാൻ പോകുന്നത് സാറിന് അറിയാം, അതുകൊണ്ടാണ് പറയാത്തതെന്ന് പറയാണ്. പിന്നെ നിനക്ക് പ്രേമിച്ചടക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞല്ലോ എന്ന് അമ്മ പറയുകയാണ്. ഇപ്പം വിവാഹപ്രായമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറയാണ്. അപ്പം നവീൻ പറയാണ് പ്രേമിക്കുന്നതിന് പ്രായമൊന്നുമില്ല അമ്മേ എന്ന് പറയാണ്. ഞാൻ എന്തായാലും ആ കുട്ടിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ദിവസം വന്ന് അമ്മയോടും മുത്തശ്ശനോടും പറയും കാറിൽ കയറാൻ. അപ്പം നമുക്ക് ആ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം. അപ്പം നവീൻ്റെ അമ്മ പറയണേ എന്തായാലും അടുത്ത മാസം അച്ഛൻ വരും, അതിന് മുമ്പ് കല്യാണം എന്തെങ്കിലും ഉറപ്പിച്ച് വെച്ചാൽ അച്ഛൻ വരുമ്പോഴത്തേക്ക് നടത്താം എന്ന് പറയാണ്. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പോവാണ്. അപ്പം നമ്മുടെ ഗുമസ്തൻ വന്നിട്ട് പറയാണ് പെൺകുട്ടി ആരാന്ന് പറഞ്ഞാൽ വേണ്ടത് സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന്. നവീൻ പറയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നതിനൊക്കെ ഭേദം പത്രത്തിൽ കൊടുക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലി നിങ്ങളങ്ങ് ചെയ്യാൻ പറയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ്. അനന്തപുരിയിൽ നമ്മുടെ നയനയാണെങ്കിൽ അവിടെ ഇരുന്ന് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരികയാണ്. നവ്യയാണെങ്കിൽ ഒരുവിധം ചൂട് പിടിപ്പിച്ചിട്ടൊക്കെയാണ് വരുന്നത്. നിനക്കിവിടെ ഇരുന്ന് വരച്ചാൽ മതിയല്ലോ, നിനക്കെന്ത് സുഖം, നിനക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ, നീ വലിയ ഡിസൈനറാണല്ലോ എന്നും പറഞ്ഞാണ് വരുന്നത്. അവിടെ ദേവയാനിയും ജാനകിയും ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ പോയിട്ട് വരികയാണ്. എൻ്റെ അബിയെ അവൾ ഇടിച്ച് പഞ്ചറാക്കി ഇട്ടിട്ടുണ്ട്, നീ ഒന്ന് കാണണം എന്ന് പറയണം. നിനക്കൊന്നും ഒരു വിഷമവും വരത്തില്ലല്ലോ എന്ന് പറയണം. ദേവേനി പറയണം അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ മോളെ എന്ന് പറയുന്നത്, ഇതിനേക്കാൾക്ക് വലിയ തെറ്റ് ചെയ്തതല്ലേ അമ്മായിയുടെ മോൻ, എന്നിട്ട് അയാളെ ആരും പിടിക്കുന്നില്ലല്ലോ എന്ന് പറയണം. പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ കാണിക്കും, അതല്ലേ എൻ്റെ അബിയും ചെയ്തോളൂ എന്ന് പറയാണ്. അത് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന്. അപ്പോൾ ദേവന് പറയും ജീവിക്കാൻ വേണ്ടി, അവൻ ഈ വീട്ടിൽ ജീവിക്കാൻ എന്തത്തിൻ്റെ കുറവാണ് ഉള്ളത്, നിൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യവും എല്ലാം ആദർശമില്ലേ നോക്കിയത്, ഇനി അയാൾ നോക്കണ്ട എന്ന് നവ്യ പറയാണ്. ഇവളുടെ കാര്യവും പിന്നെ അയാളുടെ കാമുകിയുടെ കാര്യവും കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ മതി എന്ന് പറയണം. നയന പറയാണ് ചേച്ചി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് തന്നെ, നീ എൻ്റെ കെട്ടുതാലി ഇറക്കാൻ നോക്കിയതുകൊണ്ട് നീ കുറേ അനുഭവിക്കും. നീ നിൻ്റെ ഭർത്താവിനെ കൊണ്ടും ഇപ്പോൾ കൂടെ കൊണ്ടു നടക്കുന്ന നിൻ്റെ ഭർത്താവിനെ കൊണ്ടും അതുപോലെ നീ ഇപ്പം കൂടെ മോളാന്ന് കരുതുന്നല്ലോ ആ കുട്ടിയെ പെൺകൊച്ചിനെ കൊണ്ടും ഒക്കെ നീ അനുഭവിക്കും, നോക്കിക്കോ എന്നും പറഞ്ഞ് കുറേ ശാപവാക്കുകളൊക്കെ തട്ടിവിട്ടിട്ട് നയനങ്ങ് കയറി പോവാണ്. അപ്പോൾ ജാനകി പറയാണ് ആദർശിൻ്റെ കാര്യം പറഞ്ഞത് ശരിയല്ലേ, ആദർശ് ഇത് വലിയൊരു തെറ്റല്ലേ ചെയ്തത്. അപ്പം ദേവന് പറയാണ് എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ പണ്ട് അനാമികയുടെ വീട്ടുകാരും തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ല, അതുപോലെ തന്നെയാണ് ഈ കാര്യം. ആദർശിൻ്റെ കാര്യം പലതും നീ ഇനി അറിയാനുണ്ട് എന്ന് പറയണം. അപ്പോൾ ജാനകി പറയണം എന്നോട് പറയൂ ഏട്ടത്തി എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ് അത് ആദർശേട്ടൻ്റെ ഒരു തെറ്റ് പറ്റി, ഞാനതൊക്കെ അംഗീകരിച്ചു, അതുകൊണ്ട് എനിക്കതിലൊരു കുഴപ്പമില്ല, അതിന് മറ്റല്ലാതെ വേറെ ഒന്നുമില്ലെന്നും പറഞ്ഞ് നയന പറയുകയാണ്. ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ആദർശിൻ്റെ കാര്യം എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട്, ചന്തുമോളുടെ കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നവ്യാണെങ്കിൽ മുറിയിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ജലജ വരികയാണ് ചൂട് പിടിപ്പിക്കാൻ. ജലജ പറയാണ്
ഇവിടെ ആർക്കും ഒരു വിഷമമില്ല മോളെ എന്ന് പറയണേ. അപ്പം നമ്മുടെ നവ്യ പറയാണ്, ഞാൻ അബിയെ പോയി ജയിലിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ. ഇവിടെ രണ്ടടുക്കള ഒന്നായി. ജലജ പറയാണ്, ഇവിടുത്തെ രണ്ടടുക്കള ഒന്നായി, നമുക്കത് വീണ്ടും രണ്ടാക്കണം ഇല്ലേ മോളെ. നവ്യ പറയണം, അത് തന്നെ, നമുക്ക് രണ്ടാക്കണം എന്ന് പറയാണ്. പണ്ട് മുതലേ എന്നോട് ഇവർക്കൊക്കെ ഒരു പക്ഷഭേദമാണ്. ഏത് ഏറ്റവും കൂടുതൽ കൂടിയത് എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞവൾ വന്നതിന് ശേഷമാണ് അത് കൂടിയത്. പല ആഘോഷങ്ങളും ഇവിടെ നടക്കും. നിൻ്റെ ചേച്ചി ഗർഭിണിയായതിൻ്റെ പേരിൽ പല ആഘോഷങ്ങളും നടക്കും. അതിലൊന്നും നമ്മൾ പങ്കെടുക്കരുത്. പറ്റുന്ന രീതിയിലെല്ലാം അലമ്പണമെന്ന് ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. നവ്യ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. എങ്ങനെ ഈ ആഘോഷങ്ങളെല്ലാം കുളമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജലജയും നവ്യയും. കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ കിച്ചണിൽ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുത്തശ്ശി വരികയാണ്. എന്തുവായി ഉണ്ടാക്കുന്നതെന്ന് തന്നെ, അത് നൈനമൊക്കെ കൊടുക്കാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയണം. എപ്പോഴും ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ കൊടുക്കുന്നത് അത് ഞങ്ങൾ പഴമക്കാരുണ്ടാക്കുന്ന പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഉണ്ടാക്കുന്ന സാധനത്തിലെല്ലാം കൂടുതൽ വിഷമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് പറയാണ്. അമ്മ ഇങ്ങനൊന്നും പറയല്ലേ, അവൾ കേട്ട് കഴിഞ്ഞാൽ അത് കഴിക്കത്തില്ല. ഇതിപ്പം കൊടുക്കത്തില്ല, കുറച്ച് നേരം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ എന്ന് ദേവയാനി പറയാണ്. ഇതൊക്കെ ആഹാരങ്ങൾ കൂടുതൽ കഴിച്ചാലും കുഴപ്പമാണെന്ന് മുത്തശ്ശി പറയാണ്. ആഹാരം കൂടുതൽ കഴിച്ച് ഞാനും ഇതുപോലൊക്കെ ആഹാരം കഴിക്കത്തില്ലായിരുന്നോ അമ്മയെന്ന് പറയാണ് ദേവയാനി. അതുകൊണ്ടെന്താ, പ്രസവ സമയത്ത് നിനക്കും ബുദ്ധിമുട്ടല്ലായിരുന്നോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അമ്മേ, ഞാൻ അവൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ? എനിക്ക് കരൾ ദാനം തന്ന എൻ്റെ പൊന്നു മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി വല്ല ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഒളിഞ്ഞു നിന്ന് ജലജ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിട്ട് ജ്യൂസോടെ അടച്ചു വെച്ചിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ജലജയാണെങ്കിൽ വന്നിട്ട് ഒരു പൊടി അതിനകത്ത് കലർത്തുന്നുണ്ട്, വിഷം അതിനകത്ത് കലർത്തുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ജോലി കുറച്ച് തരാനാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ജയിലിൽ അബിയാണെങ്കിൽ സഹതടവുകാരനായിട്ട് സംസാരിക്കുകയാണ്. ഇത്രയും വലിയ കുടുംബക്കാരായിട്ട് തന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും ആരും വന്നില്ലല്ലോ എന്ന് അയാൾ പറയാണ്. ആരും വരുത്തില്ല, ഞാൻ തെറ്റ് ചെയ്തതെന്നും പറഞ്ഞ് ഇനി ആരും വരുത്തില്ല എന്ന് അബി പറയാണ്. ഇങ്ങനെയുള്ള കുടുംബക്കാർക്കൊക്കെ നല്ല പണി വെച്ച് കൊടുക്കുക വേണ്ടുന്നത് എന്ന് അയാൾ പറയാണ്. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണക്കടയിൽ നിന്ന് കുറേ ഗോൾഡ് അടിച്ചു മാറ്റാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പം അതൊന്നും നടക്കുന്ന കാര്യമില്ല, ക്യാമറയൊക്കെ ഉണ്ട്, നീ അവിടെ ഉള്ളപ്പം ക്യാമറയെ വെട്ടിക്കാനൊക്കെ എളുപ്പമല്ലേ എന്ന് അബിയോട് ചോദിക്കുകയാണ് മറ്റേയാൾ. അത് മാത്രമല്ല, നീയൊരു കുറ്റവാളിയല്ലേ, അപ്പം പോലീസിന് പെട്ടെന്ന് നിന്നെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേഷം മാറും, പോലീസിന് പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, പിന്നെ 6 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ അയാൾ പറയുകയാണ്. അവർ രണ്ടുപേരും കൂടെ പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.